മാവ് കോരി ഒഴിച്ചിട്ട് എളുപ്പത്തിൽ ക്രീം ബന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇളം ചൂടുള്ള 1 കപ്പ് പാലെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് പൊങ്ങി വരും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും 1 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു സമയം ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കണം. 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ബട്ടർ ക്രീമും റെഡി. അതവിടെ മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ബാറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെക്കുക. ചൂടായ ഓയിലിൽ ഇതുപോലൊരു തവി വെച്ചിട്ട് 2-3 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. എന്നിട്ട് ആ ഒരു തവിയിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ചൂടാവുമ്പോൾ അത് ഓയിലിലേക്ക് താനെ അങ്ങ് കമിഴ്ത്തി കൊടുത്താൽ താഴേക്ക് വീഴും കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഈ ബണ്ണ് റെഡിയാക്കി എടുക്കുന്നത്. തവിയുടെ ആവശ്യമൊന്നുമില്ല. തവി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. അത് പിന്നെ വെച്ചിട്ട് തവി വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തണുത്ത ശേഷം സെൻറ്റർ ഇതുപോലെ കീറിയിട്ട് ബട്ടർ ക്രീം അപ്ലൈ ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. Download ShareChat.